മക്കളെ ഹൈഡ്രോ കാർബൺ ടഫാണെന്ന് തോന്നുമെങ്കിൽ പോലും അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു പോയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഹൈഡ്രോ കാർബൺ. ഇതേ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വളരെ കുറച്ച് സമയം, ഒരു 6-7 മിനിറ്റ് കൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് Br2 പ്രോഡക്റ്റ് ചെയ്താലേ മക്കൾ എന്താ ചെയ്യുക? ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഇത് അങ്ങനെ തന്നെ ഇവിടെ എടുത്ത് എഴുതുക. CH2 സിംഗിൾ ബോണ്ട് CH2, അതായത് ഒരു ബോണ്ടിൽ ഒരു ബോണ്ട് ഇവിടെ ഒരു ബോണ്ട് അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് 2 ബ്രോമിൻ ഇവിടെയാണെങ്കിൽ 2 ബ്രോമിനാ, ഒരു ബ്രോമിൻ ഇവിടെയും കൊടുക്കുക, ഒരു ബ്രോമിൻ കൊടുക്കുക. കിട്ടി, ആൻസർ ആയി. ക്ലിയർ അല്ല? അടുത്ത് HBr ആഡ് ചെയ്യുക. HBr ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് H പ്ലസും Br മൈനസ് ആയി മാറും. Br മൈനസ് എവിടെ പോകുന്നു പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത്, ഡബിൾ ബോണ്ടഡ് കാർബൺ നോക്കി, ഇതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ. ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ 2 ഹൈഡ്രജനുമാണുള്ളത്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ 2 ഹൈഡ്രജനുമാണുള്ളത്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് അവിടത്തേക്ക് Br പോകും, അവിടത്തേക്ക് Br പോകും, ഇവിടത്തേക്ക് H വരും. എന്താ കിട്ടുക? CH3 CHBr CH3. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ 2 പ്രോഡക്റ്റ് ആയില്ലേ? ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ? ഇതാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ എവിടെയാണോ ഹൈഡ്രജൻ ആറ്റം കുറവുള്ളത് അവിടത്തേക്ക് Br പോകുന്ന പ്രോഡക്റ്റ് ആയിരിക്കും മേജർ പ്രൊഡക്റ്റ്. ആ റൂളിനെ വിളിക്കുന്ന പേരാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഒന്നുമില്ല, ഈഥൈന്റെ 2 കൺഫർമേഷണൽ ഐസോമേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുക. ഈഥൈൻ ഒന്നുമില്ലടാ, വളരെ ഈസിയാണ്. സി എന്ന് എഴുതുക. എന്നിട്ട് 3 ഹൈഡ്രജൻ. ഇതാണ് നമുക്ക് അറിയുന്ന ഈഥൈൻ അല്ലേ? ഇതാണ് നമുക്ക് അറിയുന്ന ഈഥൈൻ. ഇത് നമുക്ക് ഫ്രണ്ട് കാർബൺ എന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് ബാക്ക് കാർബൺ. ആദ്യം ഞാൻ ഫ്രണ്ട് കാർബൺ വരയ്ക്കാൻ പോവുകയാണ് മക്കളെ. ഇതാണ് ഫ്രണ്ട് കാർബൺ. അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജൻ. കണ്ടോ? ഫ്രണ്ട് കാർബണിൽ എത്ര ഹൈഡ്രജനാ? 1, 2, 3 ഹൈഡ്രജൻ ഉണ്ട്. സോ ആ 3 ഹൈഡ്രജൻ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ആ 3 ഹൈഡ്രജനെ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോവാണ്. ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ. ബാക്ക് കാർബൺ, ഇതാണ് ബാക്ക് കാർബൺ. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്. ബാക്ക് കാർബൺ എന്ന് പറഞ്ഞ ഒരു സർക്കിളാണ്. ബാക്ക് കാർബൺ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ആയിട്ട് വരയ്ക്കാം. ആ സർക്കിളിൽ 3 ഹൈഡ്രജനെ മാർക്ക് ചെയ്യുക. ആ സർക്കിളിൽ 3 ഹൈഡ്രജനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്ലിപ്സ്. എന്താ പറ? എക്ലിപ്സ് എന്ന് എഴുതുക. ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് എഴുതി വെക്കുക. ലീസ്റ്റ് സ്റ്റേബിൾ എന്ന് എഴുതി വെക്കുക. ഡ്യൂ ടു റിപ്പൾഷൻ കാരണം ലീസ്റ്റ് സ്റ്റേബിൾ. അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. എക്ലിപ്സ് ആണ്, ലീസ്റ്റ് സ്റ്റേബിൾ ആണ്. ഇനി ഇതിനെ വേറെ കൺഫർമേഷൻ വരയ്ക്കാൻ പോവാണെന്ന് നോക്കിട്ടോ. ഇതുപോലെ തന്നെ വേറൊന്ന് വരയ്ക്കാം. 3 ലൈൻ വരയ്ക്കാം. അവിടെ 3 ഹൈഡ്രജനെ മാർക്ക് ചെയ്യാം. ഹൈഡ്രജൻ. ബാക്ക് കാർബൺ എന്ന് പറഞ്ഞ സർക്കിൾ. ബാക്ക് കാർബൺ എന്താ? സർക്കിൾ വരച്ചെടുക്കുക. ആ സർക്കിളിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ആ ഹൈഡ്രജൻ നമ്മൾ എവിടെ വരയ്ക്കണം? കുറച്ച് ഡിസ്റ്റൻസ് 60 ഡിഗ്രി റൊട്ടേഷൻ ആണ്. റിപ്പൾഷൻ കുറയാൻ വേണ്ടി 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. റിപ്പൾഷൻ കുറയാൻ വേണ്ടി 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഗേർഡ്. എന്താ വിളിക്കുക? സ്റ്റാഗേർഡ്. മോസ്റ്റ് സ്റ്റേബിൾ. ഇറ്റ്സ് ഇനഫ്. 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കായി ഇത് ഏരിയ കിട്ടുക. ഇത് വരച്ചാൽ കിട്ടുക 3 അല്ലെങ്കിൽ 4 മാർക്ക്. ഫ്രണ്ട് കാർബണ 3 ആയിട്ട് വരച്ചു. ബാക്ക് കാർബണ സർക്കിൾ ആയിട്ട് വരച്ചു. ആ സർക്കിളിന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ഇടുക. ഈ 3 ലൈനിന്റെ മുകളിൽ 3 ഹൈഡ്രജൻ ഇടുക. ഇതിനായി മാറി. ഇതിനെ എക്ലിപ്സ് എന്നും ഇതിനെ സ്റ്റാഗേർഡ് എന്നും. 60 ഡിഗ്രിയിൽ സ്റ്റാഗേർഡ്, 0 ഡിഗ്രി ആണെന്ന് എക്ലിപ്സ്. ഇറ്റ്സ് ഇനഫ്. ബെൻസീനിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യാം. 3 പൈ ബോണ്ട് ഒക്കെ പോകും. ബെൻസീനിലേക്ക് ഹൈഡ്രജൻ ആഡ് എന്താ സംഭവിക്കുക? പൈ ബോണ്ട് ഉണ്ടാവില്ല, ഇങ്ങനെ മാറും. ഇറ്റ്സ് ഇനഫ്. ക്ലിയർ അല്ലേ? ബെൻസീനിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്യാം. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജനും ഒരു ക്ലോറിനും പോകും. ബെൻസീനെ ക്ലോറിൻ എടുത്താൽ അത് ക്ലോറോ ബെൻസീനായി മാറി. ക്ലോറോ ബെൻസീൻ പ്ലസ് HCl. ഇവിടെയുള്ള ഹൈഡ്രജനും ഇവിടെയുള്ള ക്ലോറിനും കൂടി ഒരു പോന്ന ഇവിടെയുള്ള ഹൈഡ്രജൻ ഇവിടെയുള്ള ഒരു ക്ലോറിൻ 2 ക്ലോറിൽ ഒരു ക്ലോറിൻ അങ്ങ് പോകും. ക്ലോറോ ബെൻസീനായി മാറി. അടുത്ത് വാട്ട് ആർ ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് വെൻ പ്രൊപ്പീൻ അണ്ടർഗോ ഓസോളിസിസ്? ഓസോളിസിസ് ഒക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് പ്രൊപ്പീൻ. എന്താ മക്കള് ഭയങ്കര ടഫാന്ന് വിചാരിക്കണം, വളരെ ഈസിയാ. ഏത് കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് പ്രൊപ്പീൻ. ഡബിൾ ബോണ്ട് പ്രൊപ്പീൻ. ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. 3 ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, 2 ഹൈഡ്രജൻ ഇവിടെ. പ്രൊപ്പീനായി. ഇതിന്റെ ഓസോണിസ് നടത്തി കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും? ഓസോൺ. സിങ്കിന്റെ പ്രസൻസിൽ ഓസോണിസ് നടത്തുക. ഓക്കെ, എന്താ സംഭവം? ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്തെടുക്കുക. ഇവിടെ O കൊടുക്കുക, ഇവിടെ O കൊടുക്കുക. ആൻസർ ആയി. എന്താ കിട്ടുക? ആൻസർ കിട്ടുക CH3 CHO. ഡബിൾ ബോണ്ട് എവിടെയാണോ അവിടെ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ കൊടുത്തു CH3 CHO, ഇവിടെ ഓക്സിജൻ കൊടുത്തു CH2O. ആൻസർ ആയില്ലേ? യെസ്. അടുത്ത്
ഡ്രോ ദ ന്യൂമാൻ പ്രൊജക്ഷൻ കൺഫർമേഷൻ ഓഫ് മീഥേൻ നമ്മൾ ചെയ്തു. ഡ്രോ ദ സിസ് ആൻഡ് ട്രാൻസ് ഐസോമർ ഓഫ് ബ്യൂട്ടുവീൻ. ഇതാണ് ബ്യൂട്ടിറ്റുവീൻ. മക്കൾ നോക്കിക്കോ, ഇതാണ് ബ്യൂട്ടിറ്റുവീൻ. ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ. ബ്യൂട്ടിറ്റുവീൻ അത് ബ്യൂട്ടിറ്റുവീൻ ഹൈഡ്രജൻ. ഇതാണ് ബ്യൂട്ടിറ്റുവീൻ. ആദ്യം ഡബിൾ ബോണ്ട് വരയ്ക്കാം. ഡബിൾ ബോണ്ട് 2 സൈഡിൽ സെയിം സൈഡിലാണ് ഹൈഡ്രജൻ എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സിസ് ഐസോമർ. സിസ്. സിസ് എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും സെയിം സൈഡ് വന്ന സിസ്സാ. ഇനി ഡബിൾ ബോണ്ട് വരയ്ക്കുക. 2 ഹൈഡ്രജൻ ഓപ്പോസിറ്റ് കൊടുക്കുക. ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുക, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ മീതാൽ കൊടുക്കുക, ഇവിടെ മീതാൽ കൊടുക്കുക. ഇതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഐസോമർ. എന്താ വിളിക്കുക? ട്രാൻസ് ഐസോമർ. സിസും ട്രാൻസ്. വളരെ എളുപ്പം. അടുത്ത് 3 മോളിക്കൂൾ ആൽക്കൈന റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്ത് എന്ത് കിട്ടും? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 3 മോളിക്കൂൾ ആൽക്കൈന റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ പാസ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ബെൻസീൻ. ബെൻസീൻ. എങ്ങനെയാണ് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യുക? വുഡ്സ് റിയാക്ഷൻ വഴി. വുഡ്സ് റിയാക്ഷൻ എപ്പോഴും ചോദിക്കും. 2 ആൽക്കൈൽ ഹാലൈഡ് എഴുതുക. ഒരുപോലെയുള്ള 2 ആൽക്കൈൽ ഹാലൈഡ് എഴുതുക. 2 സോഡിയം എഴുതുക. NaCl പോയി. എന്ത് കിട്ടി? ആൽക്കൈൻ ഫോം ചെയ്തു. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താണ്? വുഡ്സ് റിയാക്ഷൻ എന്നാണ്. വുഡ്സ് റിയാക്ഷൻ. ക്ലിയർ അല്ലേ? Draw the Newman projection, which is more stable. The staggered conformation is more stable than eclipsed conformation. അല്ലേ? യെസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഹൈഡ്രോ കാർബൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഓർഗാനിക് ബേസിക് പ്രിൻസിപ്പിൾസിലെ കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ് നമ്മൾ. ഓക്കെ.